ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ആകൃതി. സ്പേസിൽ നിന്നെടുത്ത ഭൂമിയുടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇൻ ദിസ് പിക്ചർ, ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്? ഈ ചിത്രത്തിൽ ഭൂമിയുടെ ആകൃതി ഏതാണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്, ഗോളാകൃതി. ക്യാൻ വി റെക്കഗ്നൈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ബൈ സീയിങ് ഓൺലി സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്? ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ ഭൂമിയുടെ ആകൃതി നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നോ. നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി പരന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ശരിക്കും ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. നെക്സ്റ്റ് പേജിൽ, അതായത് പേജ് നമ്പർ 116 അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്ത് അതിലൊരു ചതുരം അടയാളപ്പെടുത്തുക. ആ അടയാളപ്പെടുത്തിയ ഭാഗം മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ഭാഗം ഉരുണ്ടതോ പരന്നതോ? പരന്ന ഭാഗമാണ്, അതായത് ഫ്ലാറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്: പന്ത് ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവുമാണെങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? അതായത് നമ്മൾ എടുത്ത ബോൾ ഉരുണ്ടതാണ്, പക്ഷെ നമ്മൾ മുറിച്ചെടുത്ത ഭാഗം നമുക്ക് പരന്നതായിട്ടാണ് തോന്നുക. അതായത് നമ്മൾ താമസിക്കുന്ന ഭൂമി ഉരുണ്ടതാണ്, ഗോളാകൃതി ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ പരന്നതായിട്ടാണ് ഭൂമി അനുഭവപ്പെടുക. ഇതിൻ്റെ കാരണം എന്താണ്? ഭൂമി വളരെ വലിയൊരു ഗോളമാണ്. നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത് വളരെ ചെറിയ പ്രദേശം മാത്രമാണ്. അതായത് നമുക്ക് നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രദേശങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അത്രയും ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ വളരെ വലിയൊരു ഗോളത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം കാഴ്ചയിൽ നമുക്ക് പരന്നതായിട്ടാണ് അനുഭവപ്പെടുക. അതായത് നമുക്കൊരു വീടിൻ്റെ ചിത്രം എടുക്കണമെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ വീടിൻ്റെ ഒരു കുറച്ച് പോർഷനെ കിട്ടുകയുള്ളൂ. പക്ഷേ വീടിൻ്റെ ഫുൾ പിക്ചർ കിട്ടണമെങ്കിൽ വീടിൻ്റെ പുറത്ത് പോയി എടുക്കണം. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യവും. ഭൂമിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്ത പിക്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് ബഹിരാകാശത്ത് സ്പേസിൽ പോയി നിന്ന് എടുക്കുമ്പോൾ മാത്രമാണ് ഭൂമിയുടെ കറക്റ്റ് ആകൃതി നമുക്ക് കാണാൻ സാധിക്കുക. ഈസ് ദ കട്ട്ഔട്ട് പാർട്ട് റൗണ്ട് ഓർ ഫ്ലാറ്റ്? കട്ട്ഔട്ട് പാർട്ട് റൗണ്ട് ആയിരിക്കുമോ ഫ്ലാറ്റ് ആയിരിക്കുമോ? ഫ്ലാറ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ദ എർത്ത് ഡസ് നോട്ട് ഫീൽ സ്പെറിക്കൽ ബിക്കോസ് ദ എർത്ത് ഈസ് ലാർജർ. ഭൂമി ഒരുപാട് വലുതാണ്. എർത്ത് ഒരു ബോൾ ആയിട്ട് അനുഭവപ്പെടുന്നില്ല. നമ്മൾ വെട്ടിയെടുത്ത ചതുരം, അതായത് പരന്ന ഭാഗം നമ്മുടെ ലൊക്കാലിറ്റി ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ദ എർത്ത് ഈസ് വെരി ലാർജ്. ഭൂമി ഒരുപാട് വലുതാണ്. നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ ഭൂമി ഒരുപാട് വലുതാണ്. സിൻസ് വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ ലൊക്കാലിറ്റി, നമ്മൾ ആ പ്രദേശത്ത് നോക്കുമ്പോൾ അത് പരന്നതായിട്ടേ തോന്നുള്ളൂ. കാരണം ഭൂമി ഒരുപാട് വലുതാണ്. പായ്ക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആളാണ് ഫെർഡിനൻഡ് മെഗല്ലൻ. അദ്ദേഹം കൂട്ടുകാരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഡേയ്സ്, മന്ത്സ് ആൻഡ് ഇയേഴ്സ് പാസ്റ്റ്. ഹി വെന്റ് അഹെഡ്. അദ്ദേഹം വളരെ പതുക്കെ നാളുകളെടുത്താണ് യാത്ര ചെയ്തത്. ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത്. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ സെവറൽ ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദി ക്യാപ്റ്റൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫൗണ്ട് ദെംസെൽസ് ഓൺ ദെയർ ഓൺ ലാൻഡ്. അവർ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഓൺ റീച്ചിങ് ഹിസ് കൺട്രിയിൽ തിരിച്ചെത്തിയപ്പോൾ ഹി ടോൾഡ് ഹിസ് പീപ്പിൾ, അദ്ദേഹം പറയുകയുണ്ടായി, ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ കണ്ടെത്തി. ഇറ്റ് ഈസ് ബിക്കോസ്, അദ്ദേഹം പറഞ്ഞ തെളിവ് എന്താണ്? ദ എർത്ത് ഈസ് റൗണ്ട് ദാറ്റ് ഐ കുഡ് കം ബാക്ക് ഹിയർ. അതായത് ഭൂമി ഉരുണ്ടതാണ്, അതുകൊണ്ട് മാത്രമാണ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താനായിട്ട് മെഗല്ലന് സാധിച്ചത്. നെക്സ്റ്റ് ഗ്ലോബാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമിയുടെ ഒരു മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗ്ലോബ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. ഗ്ലോബ് നിരീക്ഷിച്ചാൽ ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണുന്ന നിറം ഏതാണ്? നീല നിറമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ. മറ്റു നിറങ്ങളിൽ കാണുന്ന ഭാഗങ്ങളോ? കരഭാഗം. നീല നിറം സൂചിപ്പിക്കുന്ന കടലിനെയാണ്. മറ്റു നിറങ്ങളിൽ കാണപ്പെടുന്ന കരഭാഗമാണോ കടലാണോ കൂടുതൽ? കടലാണ് കൂടുതൽ. ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന കടലാണ്. മറ്റു പല നിറങ്ങളിലായി കരഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്? ഗ്ലോബിൽ കൂടുതലായി കാണപ്പെടുന്ന നിറം ബ്ലൂ. വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? ബ്ലൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സീ, കടലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? മറ്റു നിറത്തിൽ കാണപ്പെടുന്ന ഏത് ഭാഗമാണ്? ലാൻഡ് ഏരിയ ആണ് കാണപ്പെടുന്നത്. ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജർ ഇൻ സൈസ്? ലാൻഡ് ഏരിയ ആണോ സീ ഏരിയ ആണോ കൂടുതലുള്ളത്? സീ, കടൽ ഭാഗമാണ് കൂടുതലായിട്ടും ഉള്ളത്. The globe is a small model of the earth. The blue color indicates on the globe is the sea. The other colors indicates on the globe is land area. The sea area is more than twice the size of land in the earth. Next portion ആകാശത്തെ കുറിച്ചാണ്. Have you look up at the sky? നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? Yes. What are the sights in the sky? എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ ഉള്ളത്? Stars, moon, sun. Where all do you see the sky? ആകാശം നിങ്ങൾക്ക് എവിടെയെല്ലാം കാണാൻ സാധിക്കുന്നു? എവ്രിവെയർ, എല്ലായിടത്തും. നമ്മൾ തലയ്ക്ക് മുകളിൽ ചുറ്റും നോക്കുമ്പോൾ എല്ലായിടത്തും ആകാശമാണ് കാണാൻ പറ്റുക.
ഡു യു സീ ദ സ്കൈ ഒൺലി അബവ് യുവർ ഹെഡ്? തലയ്ക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണപ്പെടുന്നത്? നോ. ഗോ ടു ദ മിഡിൽ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഒബ്സർവ് ദ സ്കൈ. ഒരു ഗ്രൗണ്ടിന് നടുക്ക് പോയി നിന്നിട്ട് ആകാശം നിരീക്ഷിക്കുക. ഓൺ വിച്ച് സൈഡ്സ് ഡു യു സീ ദ സ്കൈ? ഏതൊക്കെ വശങ്ങളിലാണ് ആകാശം ഉള്ളത്? ഇൻ ഫ്രണ്ട്, ബിഹൈൻഡ്, ഓൺ ദ റൈറ്റ്, ഓൺ ദ ലെഫ്റ്റ് ആൻഡ് എബവ് ദ ഹെഡ്. ഇടതും വലതും മുമ്പിലും പിറകിലും തലയ്ക്ക് മുകളിലും ഒക്കെ നമുക്ക് ആകാശം നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭൂമിയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ എർത്ത് ഡു യു സീ ദ സ്കൈ? ആകാശം എവിടെ, ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് ചിത്രം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും ആകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്ത് ഭൂമിയെ കൂടാതെ മറ്റു പല ഗോളങ്ങളും ഉണ്ടല്ലോ. ഏതൊക്കെയാണവ? ഭൂമി മാത്രമല്ല ഉള്ളത്, മറ്റേതൊക്കെ ഗോളങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക? സൂര്യൻ, ചന്ദ്രൻ, മറ്റു നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനാണ്. അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, അവയൊക്കെയും ഗോളാകൃതി തന്നെയാണ് ഉള്ളത്. എർത്ത്, അതർ സ്റ്റാർസ്, സൺ, മൂൺ ഇവയൊക്കെ സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനൊരു എക്സാമ്പിളായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇലുമിനേറ്റ് എ സ്മോൾ വൈറ്റ് LED ഇൻ ഓപ്പൺ ഏരിയ. പകൽ സമയത്ത് ഒരു ഓപ്പൺ ഏരിയയിൽ LED ബൾബ് തെളിയിക്കുക. ഒബ്സർവ് ദ ലൈറ്റ്. ഡു ദ സെയിം ആക്ടിവിറ്റി ഇൻ എ ക്ലോസ് ഡാർക്ക് റൂം. അതേ ആക്ടിവിറ്റി തന്നെ ഒരു അടച്ചിട്ട ഇരുട്ടുമുറിയിലും ചെയ്യുക. ഒബ്സർവ് ദ ഡിഫറൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പ്രകാശം നമുക്ക് കാണുന്നതിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതായത് ഈസ് ഇറ്റ് ഹാർഡ് ടു സീ ദ LED ഷൈനിങ് ഇൻ ദ ഓപ്പൺ ഏരിയ. ഓപ്പൺ ഏരിയയിൽ വെച്ച് പ്രകാശത്തെ നോക്കുമ്പോൾ നമുക്ക് LED ബൾബിൻ്റെ പ്രകാശം ശരിക്കും കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സീ ദ LED ഷൈനിങ് ഇൻ ദ ഓപ്പൺ ഏരിയ ഡ്യൂ ടു സൺലൈറ്റ്. പകൽ സമയത്ത് നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ LED ബൾബിൻ്റെ വെട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേസമയം അതുപോലെ തന്നെയാണ് പകൽ സമയത്ത് സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് മറ്റു നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നില്ല. പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് മറ്റ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത്. അതേസമയം രാത്രിയാകുമ്പോൾ സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് നക്ഷത്രങ്ങളെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അടുത്ത സൂര്യനെക്കുറിച്ചാണ്. സൺ ഇസ് എ സ്റ്റാർ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതും പ്രകാശം ലഭിക്കുന്നതും. അതർ സ്റ്റാർസ് കനോട്ട് ബി സീൻ ഡ്യൂറിങ് ഡേ ടൈം ബിക്കോസ് ഓഫ് സൺലൈറ്റ്. മറ്റ് നക്ഷത്രങ്ങൾ നമുക്ക് പകൽ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം സൂര്യപ്രകാശം കൊണ്ടാണ്. സൂര്യൻ ഭൂമിയെ അപേക്ഷിച്ച് വളരെ വലിയൊരു ഗോളമാണ്. അങ്ങനെ വളരെ ഡിസ്റ്റൻസിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ അതിനെ ഒരു ചെറിയൊരു ഗോളമായിട്ട് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചന്ദ്രനാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഉപഗ്രഹം എന്നുള്ള വാക്ക് നമുക്ക് ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമുക്ക് പറയാമത്. ഉപഗ്രഹമാണ് ചന്ദ്രൻ. മൂൺ ഇസ് ദ സെലസ്റ്റിയൽ സ്ഫിയർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. മൂൺ കനോട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ്. മൂണിന് സ്വന്തമായിട്ട് പ്രകാശമില്ല. ദ മൂൺ റിഫ്ലക്റ്റ് ദ സൺസ് ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുകയാണ്, പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശം ഇല്ല. സൂര്യപ്രകാശം തട്ടി അത് തിളങ്ങുകയാണ് ചെയ്യുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും വലിപ്പം വെച്ചുള്ളൊരു കമ്പാരിസണാണ് ആദ്യം തന്നിട്ടുള്ളത്. സൂര്യൻ ക്ലാസ് മുറിയുടെ വലിപ്പമുള്ളൊരു പന്തായിട്ട് വിചാരിക്കുക. ഒരു ക്ലാസ് റൂമിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു പന്ത് പോലെയാണെങ്കിൽ ഒരു മുത്തിൻ്റെ അത്രയും വലിപ്പമുള്ളൂ ഭൂമിക്ക്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. എന്നാൽ പക്ഷേ അസ്തമയ സമയത്ത് സൂര്യനെ നോക്കുകയാണെങ്കിലും ചന്ദ്രനെ നോക്കുകയാണെങ്കിലും പൂർണ്ണ ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ വലിപ്പമായിരിക്കും. സൂര്യൻ ഒരുപാട് വലുതാണെന്ന് പറയുന്നു, പക്ഷേ ചന്ദ്രൻ ഒരു പൂർണ്ണ ചന്ദ്രനെയും സൂര്യനെ നോക്കുമ്പോൾ ഏകദേശം ഒരേ വലിപ്പമാണ്. അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത ചോദ്യം. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത്, ഒരു ഫുട്ബോൾ മേശപ്പുറത്ത് വെച്ച് നമുക്ക് വലിപ്പം നിരീക്ഷിക്കുക. അതേ ഫുട്ബോളിനെ തന്നെ സ്കൂൾ മുറ്റത്ത് ഏതെങ്കിലും ദൂരെയായിട്ട് വെച്ചിട്ട് വലിപ്പം നിരീക്ഷിക്കുക.
പക്ഷേ അപ്പോൾ നമുക്ക് ഫുട്ബോൾ നമുക്ക് ചെറുതായിട്ടാണ് കാണാൻ സാധിക്കുക. ഒരേ ഫുട്ബോൾ തന്നെ പല സ്ഥലങ്ങളിൽ പല വലിപ്പത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് അതിന് മനസ്സിലാക്കേണ്ട കാര്യം, സൂര്യൻ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും സൂര്യൻ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. പക്ഷേ ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനെ വെച്ച് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് അടുത്താണ്. അതുകൊണ്ടാണ് ഏകദേശം നമുക്ക് ഒരേ വലിപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്. ദ സെയിം ഫുട്ബോൾ അപ്പിയർ ലാർജ് അറ്റ് ഫസ്റ്റ് ആൻഡ് സ്മോളർ ലേറ്റർ. ടേബിളിൽ വെച്ച് ഫുട്ബോൾ ആദ്യം നമുക്ക് വലുതായിട്ട് തോന്നുന്നു, പക്ഷേ ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ, ദൂരെ വെക്കുമ്പോൾ അത് സ്മോൾ ആയിട്ടാണ് തോന്നുന്നത്. സൺ ഈസ് ബിഗ്, സൂര്യൻ ബിഗാണ്, ബട്ട് ഫാർ അവേ ഫ്രം എർത്ത്, സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ദ മൂൺ ഈസ് സ്മോൾ ആൻഡ് ലൊക്കേറ്റഡ് നിയറർ ടു ദ എർത്ത് കമ്പയർഡ് ടു ദ സൺ. സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഒരുപാട് അടുത്താണ്. അതുകൊണ്ടാണ് ഏകദേശം ഒരേ വലിപ്പം തോന്നുന്നത്. അടുത്തത് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെ, അത് മനസ്സിലാക്കാനായിട്ടൊരു എക്സ്പെരിമെൻറ്റ് പേജ് നമ്പർ 122 കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഗ്ലോബ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് എമർജൻസി ലൈറ്റ് വെച്ച് അടുപ്പിക്കുക. അപ്പോൾ ഭൂമിയുടെ ഗോളത്തിൻ്റെ 2 ഭാഗങ്ങളിലും, അതായത് അമേരിക്ക ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് ആദ്യം അടുപ്പിക്കുക. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഗ്ലോബ് തിരിച്ചും പരീക്ഷണം ആവർത്തിക്കുക. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വെട്ടമുള്ളത്, എവിടെയാണ് വെട്ടമില്ലാത്തത്, എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. റൈറ്റ് ഡൗൺ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഓൺ എർത്ത്. ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെ. ആസ് ദ എർത്ത് റൊട്ടേറ്റ്, പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിംഗ് ദ സൺ. ഭൂമി കറങ്ങുമ്പോൾ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിംഗ് ദ സൺ, സൂര്യൻ്റെ നേരെ വരുന്ന ഭാഗം റിസീവ് സൺലൈറ്റ്, അവിടേക്ക് പ്രകാശം എത്തിച്ചേരുന്നു. ആൻഡ് എക്സ്പീരിയൻസസ് ഡേ ടൈം, അവിടെ പകലാണ് അനുഭവപ്പെടുക. ആൻഡ് ദ പാർട്സ് ദാറ്റ് ഡു നോട്ട് റിസീവ് സൺലൈറ്റ് എക്സ്പീരിയൻസസ് നൈറ്റ്. അതേസമയം തന്നെ ഭൂമിയുടെ എതിർവശത്ത് പ്രകാശം കിട്ടാത്ത ഭാഗങ്ങളിൽ രാത്രി ഉണ്ടാവുന്നു. ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ്, ഭൂമി വീണ്ടും കറങ്ങുമ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ആൾട്ടർനേറ്റ്, പ്രകാശവും ഇരുട്ടും മാറി മാറി വരുന്നു. ഇൻ ദിസ് വേ വി എക്സ്പീരിയൻസ് ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത്. ഇങ്ങനെയാണ് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ, അതായത് ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമി കറങ്ങുമ്പോൾ സൂര്യൻ്റെ നേരെ വരുന്ന ഭാഗത്ത് പ്രകാശവും എതിർവശത്ത് പ്രകാശം കിട്ടാത്ത ആ ഭാഗം രാത്രിയുമാവുന്നു. വീണ്ടും ഭൂമി കറങ്ങുമ്പോൾ നേരത്തെ വെളിച്ചമായിരുന്ന ഭാഗത്ത് ഇരുട്ടും ഇരുട്ടായ ഭാഗത്ത് വെളിച്ചവുമായിട്ട് മാറുന്നു. ഗ്ലോബിൽ നീല നിറം കടലാണെങ്കിൽ ബാക്കി ധാരാളം നിറങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്നും ഓരോ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലോബ് നോക്കി ഇന്ത്യയുടെ പൊസിഷൻ കണ്ടെത്താനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെയും കൂടി കണ്ടെത്തുക. ഇന്ത്യയുടെ ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ഭൂപടം. മാപ്പ് ഇസ് എൻ ഔട്ട്ലൈൻ ഓഫ് എൻ ഏരിയ. ഒരു ഏരിയയുടെ അതിർത്തിരേഖ തിരിച്ച് വരയ്ക്കുന്നതാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അവയുടെ പേര് ജസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ട്. ഇത് അധിക അറിവിലേക്കായിട്ട് ഉപയോഗിക്കാം. നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക. അവർ നാഷണൽ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്. ദേശീയ പതാകയിൽ 3 നിറങ്ങളുണ്ട്. സാഫ്രൻ അറ്റ് ദ ടോപ്പ്, മുകളിൽ കുങ്കുമം, വൈറ്റ് ഇൻ ദ മിഡിൽ, നടുവിൽ വെള്ള, ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം, താഴെ പച്ച. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വൈറ്റ് ഏരിയ, വൈറ്റ് ഏരിയയുടെ നടുക്കായിട്ട് ദർ ഈസ് ദ അശോക ചക്ര, അശോക ചക്രമുണ്ട്. വിച്ച് ഇസ് നേവി ബ്ലൂ കളർ വിത്ത് 24 സ്പോക്സ്. 24 ആരക്കാലുകളുള്ള നേവി ബ്ലൂ കളറാണ് അശോക ചക്രത്തിന്. ദിസ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യയാണ് നമ്മുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ് ദേശീയ ചിഹ്നങ്ങളാണ്. ദേശീയ പുഷ്പം നാഷണൽ ഫ്ലവർ ലോട്ടസ്. നാഷണൽ ആനിമൽ, ദേശീയ മൃഗം ടൈഗർ, കടുവയാണ്. ദേശീയ പക്ഷി നാഷണൽ ബേർഡ് പീകോക്ക്. ദേശീയ വൃക്ഷം ബന്യൻ ട്രീ, ആൽമരമാണ്. അതുപോലെ ദേശീയ മുദ്ര, നാഷണൽ എംബ്ലം എന്ന് പറയുന്നത് അശോക സ്തംഭമാണ്, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. സാരനാഥിലെ അശോക സ്തംഭമാണ് നമ്മുടെ നാഷണൽ എംബ്ലമായിട്ടുള്ളത്. നാഷണൽ ഫ്ലാഗ് ട്രൈ കളർ, ത്രിവർണ്ണ പതാകയാണ്. നാഷണൽ ആന്തം ജനഗണമന. നാഷണൽ റിവർ ഗംഗ. നാഷണൽ ഫ്രൂട്ട് മാംഗോ. നാഷണൽ അക്വാട്ടിക് ആനിമൽ ദ ഗാംഗസ്, റിവർ ഡോൾഫിൻ. ദേശീയ ജലജീവി എന്ന് പറയുന്ന ഗംഗാ ഡോൾഫിൻ ആണ്. നാഷണൽ ഗെയിം ഹോക്കി. അതുപോലെ തന്നെ ദേശീയ രൂപയാണ്, ഇന്ത്യൻ റുപ്പിയാണ് കറൻസി. അതുപോലെ ദേശീയ ഗീതം വന്ദേ മാതരം. പിന്നീടുള്ളത് ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ ആന. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ഇനി കേരളത്തെക്കുറിച്ചാണ്.
മലയാളം സംസാരിക്കുന്നവർക്കായിട്ടുള്ള ഒരു സംസ്ഥാനം. ആ നിലയ്ക്കാണ് കേരളം രൂപം കൊണ്ടിട്ടുള്ളത്. കേരളം രൂപം കൊണ്ടത്, അതായത് കേരള പിറവി എന്ന് പറയുന്നത് നവംബർ 1 ആണ്. 1956 നവംബർ 1 ആണ് കേരളത്തിന്റെ പിറവി. അതുപോലെ തന്നെ കേരള പിറവിയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് കേരള ഫോർമേഷൻ ഡേ, നവംബർ 1. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണ്ടക്ടഡ് ഇൻ യുവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് കേരള പിറവി? കണ്ടക്ട് റാലി, വി വെയർ ട്രഡീഷണൽ ക്ലോത്ത്സ്. റാലിയിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. ഡിസ്പ്ലേയിങ് ട്രഡീഷണൽ ആർട്ട് ഫോംസ് ആൻഡ് ടാബ്ലോയും ആർട്ട് ഫോമുകളും നമ്മൾ ചെയ്യാറുണ്ട്. കണ്ടക്ട് ക്വിസ് എക്സിബിഷൻസ്, കേരളമായിട്ട് ബന്ധപ്പെട്ട ക്വിസുകളും എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ട്. കോമ്പറ്റീഷൻ ഇൻ സിംഗിങ് പാട്രിയോട്ടിക് സോങ്സ്, ദേശഭക്തി ഗാന മത്സരങ്ങൾ നടത്തും. കണ്ടക്ട് സെമിനാർസ് ആൻഡ് ഡിസ്കഷൻസ്. കേരള ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിസ്ട്രിക്ട്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഭരണ നിർവഹണത്തിനുള്ള എളുപ്പത്തിനായിട്ട് കേരളത്തെ പല ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട്സ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 14 ജില്ലകളുണ്ട്. വിച്ച് ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോർസ്? കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, മലപ്പുറം, തിരുവനന്തപുരം. വിച്ച് ആർ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് അഡ്ജോയിൻ യുവർ ഡിസ്ട്രിക്ട്? നമ്മുടെ ജില്ലകളുമായിട്ട് ചുറ്റും നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് അതാത് ജില്ലയുടെ മാപ്പ് നോക്കി ജില്ല നോക്കി എഴുതുക. അതുപോലെ തന്നെ വിച്ച് ഡിസ്ട്രിക്ട്സ് ഡു നോട്ട് ഹാവ് സീഷോർസ്? കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ 5 എണ്ണമാണുള്ളത്. വയനാട്, പാലക്കാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. മാപ്പ് നോക്കി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുക. കടൽത്തീരമുള്ളത് നമ്മൾ കണ്ടു, കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ കണ്ടു. ഇനി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. കർണാടകയുമായി അതിർത്തി പങ്കിടുക മറ്റ് സംസ്ഥാനങ്ങളാണ് ഇതൊക്കെയും. കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഇനി കടൽത്തീരമില്ല, അയൽ സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്നതുമില്ല, അങ്ങനെ ഒരു ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയ്ക്ക് കടൽത്തീരവുമില്ല, കോട്ടയം ജില്ലയുടെ ചുറ്റും മറ്റ് ജില്ലകളാണ്, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുമായിട്ടൊന്നും അതിർത്തി പങ്കിടുന്നില്ല. അടുത്തത് പസിലാണ്, ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കടൽത്തീരമുണ്ട്, വയനാട്, മലപ്പുറവും അയൽ ജില്ലകളാണ്, അത് കോഴിക്കോടാണ് ആൻസർ. കൊല്ലം, ആലപ്പുഴ ജില്ലകളുമായി അതിർത്തിയുണ്ട്, ആ ജില്ല പത്തനംതിട്ടയാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനമാണ് കർണാടക. ഇനി ഒന്ന് താഴേക്ക്, മലപ്പുറം, തൃശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന ജില്ല പാലക്കാട്. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല കോട്ടയം. കേരളത്തിന്റെ ഒരറ്റത്താണ് സ്ഥാനം, അത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. ഒരു വശത്ത് കടൽ, മറുവശത്ത് കർണാടക, 3 അയൽ ജില്ലകൾ, അത് കണ്ണൂരിനാണുള്ളത്. ഇനി കേരളത്തിന്റെ ഒരു അയൽ സംസ്ഥാനം 7 മുകളിലേക്കാണ് അത് എഴുതേണ്ടത്, തമിഴ്നാട്. മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ, അത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് ആ പ്രത്യേകത. കേരളത്തോട് ചേർന്നുള്ള ഒരു കടൽ, അറബിക്കടൽ. അപ്പോൾ ക്രോസ് ആയിട്ടും ഡൗണും എബോവും അങ്ങനെയാണ് ആരോ മാർക്ക് നോക്കി കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ്റെ ഓർഡറിന് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് കേരളം. കേരളത്തിന്റെ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള കർണാടക. ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്, മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല കോട്ടയം. മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. മലപ്പുറവും പാലക്കാടും അയൽ ജില്ലകളായിട്ടുള്ള ജില്ലയാണ് തൃശ്ശൂർ. ഇനി ഡൗൺവേർഡ് താഴേക്ക് നോക്കുമ്പോൾ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിന്റെ ഒരു അടുത്ത സംസ്ഥാനം തമിഴ്നാട്. ഹാസ് എ സീഷോർ, കടൽത്തീരമുണ്ട്. വയനാട് ആൻഡ് മലപ്പുറം ആർ ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. വയനാടും മലപ്പുറമാണ് അയൽ ജില്ലകൾ, ആൻസർ കോഴിക്കോട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കിടുന്നത് വയനാടാണ്. ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ആലപ്പുഴ. സെവൻത് ക്വസ്റ്റ്യൻ, ഇറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട്. ആലപ്പുഴയും കൊല്ലവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് പത്തനംതിട്ട. ദ സീ അഡ്ജസൻറ്റ് ടു കേരള. കേരളത്തിന് അടുത്തുള്ള ഒരു കടൽ, അറബിക്കടൽ. നയൻത് ക്വസ്റ്റ്യൻ, ഇറ്റ് ലൈസ് അഡ്ജസൻറ്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. മലപ്പുറം ജില്ലയോടും തൃശ്ശൂർ ജില്ലയോടും ചേർന്നിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. സീ ലൈസ് ഓൺ വൺ സൈഡ്, ഒരു സൈഡിൽ കടൽ. ആൻഡ് കർണാടക ആൻഡ് അതർ സൈഡ്, കർണാടക ആൻഡ് അതർ സൈഡിൽ ഇറ്റ് ഹാസ് 3 നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. 3 അയൽ ജില്ലകളും ഉണ്ട്, ആൻസർ കണ്ണൂർ.
സ്വന്തം ജില്ലയെക്കുറിച്ചുള്ള പ്രത്യേകത എഴുതാനാണ്. ഞാൻ കോട്ടയം ജില്ലയാണ്, അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ജില്ല കോട്ടയം, ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയം തന്നെയാണ്. ദ ഇയർ ദ ഡിസ്ട്രിക്ട് വാസ് ഫോംഡ് 1956 നവംബർ 1 തന്നെയാണ് ഫോം ചെയ്തത്. ഡിസ്ട്രിക്ട് കളക്ടർ ജോൺ വി സാമുവൽ അയ്യേഴ്സ്. നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വൈക്കം, ഏറ്റുമാനൂർ, കുമരകം, പനച്ചിക്കാട്, മണർക്കാട്, ആദിത്യപുരം, ഇലവീഴ, പൂഞ്ചിറ, ഭരണങ്ങാനം, ഇല്ലിക്കൽക്കൽ, അയ്യമ്പാറ, അങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതായത് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ വെച്ചിട്ട് എഴുതുക. അതുപോലെ സ്വന്തം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റുകൾ, ഈസ് ദെയർ സീഷോർ ഉണ്ടോ, നെയ്ബറിംഗ് സ്റ്റേറ്റുകൾ ഉണ്ടോ. അപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് നെയ്ബറിംഗ് സ്റ്റേറ്റും സീഷോർ ഒന്നുമില്ല, പക്ഷെ മറ്റ് ജില്ലകൾക്കുണ്ടാവും. അപ്പോൾ ഇപ്രകാരവും അത് എഴുതാം. ഇനി കേരളത്തിന്റെ ഭൂപ്രകൃതി. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിന്റെ അതിന്റെ ഭൂപ്രകൃതിയുടെ ബേസിൽ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഹൈ റേഞ്ച്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയല്ല. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത്. കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ് തീരപ്രദേശം. അതേസമയം മലയോട് ചേർന്നുള്ള പ്രദേശമാണ് മലനാട്. ഇതിന് രണ്ടിനെയും തീരപ്രദേശത്തിനും മലനാടിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. സംസ്ഥാന ചിഹ്നങ്ങളാണ് അടുത്തത്. ഒരു സ്റ്റേറ്റ് ആനിമൽ എലിഫന്റ്, സ്റ്റേറ്റ് ബേർഡ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ മലമുഴക്കി വേഴാമ്പൽ, സ്റ്റേറ്റ് ഫിഷ് കരിമീനാണ് പേൾ സ്പോട്ട്, അതിന് ഗ്രീൻ ക്രോമൈഡ് എന്ന് പേരുണ്ട്. ഒരു സ്റ്റേറ്റ് ഫ്ലവർ കണിക്കൊന്ന ഗോൾഡൻ ഷവർ ട്രീ, ഒരു സ്റ്റേറ്റ് ട്രീ കോക്കനട്ട് ട്രീ, സ്റ്റേറ്റ് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട്, സ്റ്റേറ്റ് ഡ്രിങ്ക് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇളനീരാണ് സംസ്ഥാന പാനീയം. അതുപോലെ തന്നെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി. അടുത്തത് ചിത്രം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ കൃഷി ഏതാണെന്ന് അറിയാനായിട്ടാണ്. തേയില കൃഷിയാണത്. അതുപോലെ ഏത് ഏരിയയിലായിരിക്കും ഈ കൃഷി ഉണ്ടാവുക? ഹൈ റേഞ്ചിലാണ് തേയില നന്നായിട്ട് ഉണ്ടാവുക, അതായത് മലനാട്ടിൽ. അപ്പോൾ ചോദ്യം ഇതാണ്, എല്ലായിടത്തും ഒരേ തരം വിളകളായിരിക്കുമോ കൃഷി ചെയ്യുന്നത്? അല്ല. സ്ഥലങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ട് കൃഷിയിലും വ്യത്യാസം ഉണ്ടാവും. തീരപ്രദേശങ്ങളിൽ മീൻപിടുത്തം, അതുപോലെ തന്നെ മീൻ വളർത്തൽ, താറാവ് വളർത്തൽ അങ്ങനെയുള്ള കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇടനാട്ടിൽ റബ്ബർ, ചക്ക, മാങ്ങ തുടങ്ങിയവയും മലനാട്ടിൽ തേയില, ഏലക്ക തുടങ്ങിയവയും ധാരാളമായിട്ട് കാണപ്പെടുന്നു. അതായത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ മണ്ണിനും ഭൂപ്രകൃതിക്കും അനുസരിച്ചുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുക. ഡിഫറെൻറ്റ് ഏരിയാസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ്. പല ഏരിയയിൽ പലതരം കൃഷിയാണുള്ളത്. ഇൻ കോസ്റ്റൽ ഏരിയാസ് ഫിഷ് ഫാമിംഗ് ആൻഡ് ഡക്ക് ഫാമിംഗ് ആർ മെയിൻലി പ്രാക്ടീസ്ഡ്. ഹവർ റബ്ബർ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ വിൽ ബി കൾട്ടിവേറ്റഡ് ഇൻ ദ മിഡ്ലാൻഡ്. ടീ ആൻഡ് കാർഡമം will be cultivated mostly in the high ranges. അപ്പോൾ എല്ലാ കൃഷിയുടെ പേരൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കൂടുതലായിട്ട് എഴുതി ചേർക്കുക. ഇനി അടുത്ത പിക്ചറിലുള്ള ഒക്യുപ്പേഷൻ ഏതാണെന്നാണ്. ഇത് ഫിഷിംഗ് ആണ്, മീൻപിടുത്തം. അപ്പോൾ ഏത് പ്രദേശത്തുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക? കോസ്റ്റൽ ഏരിയ, തീരപ്രദേശത്തുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് സൗകര്യമുള്ളത്. Occupations connected to the geographical specialities of each locality. ഓരോ ലൊക്കാലിറ്റിയെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ചായിരിക്കും ആ ഭാഗത്തുള്ള തൊഴിലുകളും ഉണ്ടാവുക. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ മനോഹരമായ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. പാഡി ഫീൽഡ്സ്, ഹൈ ഹിൽസ്, ടീ ഗാർഡൻസ്, വാട്ടർഫോൾസ്, ഫോറസ്റ്റ്, റിവേഴ്സ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, ട്രീസ്, ബാക്ക് വാട്ടർ, സീ, വൈൽഡ് ആനിമൽസ്. അതുപോലെ ധാരാളം കാര്യങ്ങൾ ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നീണ്ട കടൽ തീരം, വലുതും ചെറുതുമായ നദികൾ, കായലുകൾ, വിശാലമായ കൃഷിയിടങ്ങൾ, പലതരം കാടുകളും മലനിരകളും പുൽമേടുകളും. എത്ര സുന്ദരമാണ് നമ്മുടെ നാട്. നമ്മളുടെ പ്രദേശത്തുള്ള തൊഴിലുകൾ കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുന്നത്തെ പേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഫോർമാറ്റ് ഉപയോഗിക്കാം. കുട്ടികൾ അവരുടെ വീടിൻ്റെ നെയ്ബേഴ്സിൻ്റെ തൊഴിലുകൾ കണ്ടുപിടിക്കുക, അവരുടെ പേരും അവരുടെ തൊഴിലും എഴുതുക. അതിനുശേഷം അത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഓരോ തൊഴിലിൽ ഏർപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന തൊഴിൽ ഏതാണ്, അങ്ങനെ കണ്ടുപിടിക്കാം. ശരി ഉത്തരം കണ്ടെത്താനായിട്ടാണ് സർക്കിൾ ദ കറക്റ്റ് ചോയ്സ്. നാഷണൽ ആനിമൽ ടൈഗർ. ദ കളർ വിച്ച് ഈസ് യൂസ് ടു ഡിനോട്ട് ദ സീ ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിൽ കടൽ ചിത്രീകരിക്കുന്ന നിറമാണ് നീല. കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ് തീരപ്രദേശം, അതായത് കോസ്റ്റൽ ഏരിയ. ഇൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ശരിയാണ്. ദ സ്കൈ എക്സിസ്റ്റ് ഓൺലി എബോവ് ഓർ ഹെഡ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണ് ആകാശമുള്ളത്. അത് തെറ്റാണ്. ദ സൺ ആൻഡ് ദ മൂൺ ആർ ഓഫ് ദ സെയിം സൈസ്. സൂര്യനും ചന്ദ്രനും ഒരേ വലിപ്പമാണ്. അതും തെറ്റാണ്. ദ സീ ഈസ് മോർ ദാൻ ട്വൈസ് ദ ലാൻഡ് ഏരിയ ഓൺ ദ എർത്ത്. ഭൂമിയിൽ കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്.
അത് ശരിയാണ്. ദ സൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. തെറ്റാണത്. ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഇൻ ഇന്ത്യ ഇറ്റ്സ് ഓൾസോ നൈറ്റ് ഇൻ അമേരിക്ക. ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ അമേരിക്കയിലും രാത്രിയാണ്. അത് തെറ്റായ കാര്യമാണ്. ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ അത് ഓപ്പോസിറ്റ് ഉള്ള അമേരിക്കയിൽ പകലായിരിക്കും. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ജില്ലകളിൽ കടൽ തീരമുള്ളത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത്, കർണാടകമായി അതിർത്തി പങ്കിടുന്നത്, കടൽ തീരം ഇല്ലാത്തതുമായ സംസ്ഥാനമായി അതിർത്തി പങ്കിടാത്തതും. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. Color the boxes given against various occupations according to indications given below. വിവിധ തൊഴിലുകൾക്ക് നേരെയായിട്ട് നൽകിയിട്ടുള്ള കളങ്ങളുടെ സൂചന അനുസരിച്ച് കളർ കൊടുക്കാനായിട്ടാണ്. ഫസ്റ്റ് കന്നുകാലി വളർത്തൽ, അതായത് കാറ്റൽ ഫാമിംഗ്, അത് ഗ്രീൻ കളറാണ്. അത് എല്ലാ പ്രദേശത്തും ഉള്ളതാണ്. ഇനി ഫിഷിംഗ് ഫ്രം ദ സീ, കടലിൽ നിന്ന് മീൻപിടുത്തം, അതെവിടെയാണ്? അത് ബ്ലൂ കളറാണ്. അത് കോസ്റ്റൽ ഏരിയയിൽ മാത്രമാണ് ഉള്ളത്, തീരപ്രദേശത്ത് മാത്രമാണ് ഉള്ളത്. അതുപോലെ വെജിറ്റബിൾ കൾട്ടിവേഷൻ, പച്ചക്കറി കൃഷി, ടൈലറിങ്, വസ്ത്രങ്ങൾ തയ്ക്കൽ, ട്രേഡ്, കച്ചവടം, ഇതൊക്കെ ഗ്രീൻ ആണ്. അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. പക്ഷേ കോഫി കൾട്ടിവേഷൻ, റബ്ബർ കൾട്ടിവേഷൻ, കാർഡമം കൾട്ടിവേഷൻ, ഇതൊക്കെയും എവിടെയാണ്? മലനാട്ടിലും ഇടനാട്ടിലുമാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആ കളർ നോക്കി കറക്റ്റായിട്ട് എഴുതുക.